നമസ്കാരം. ഫെബ്രുവരി 8 തീയതി നടന്ന 10th ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 4ന്റെ ചോദ്യവും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. PSCയുടെ ഫൈനൽ കീ വെച്ചിട്ടാണ് നോക്കുന്നത്. ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 7ാം പട്ടിക എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരാമർശിക്കുന്നു. അതാണ് ആൻസർ. ഓപ്ഷൻ ഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ്മെന്റ് നോക്കാം. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറൻസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. സെക്കൻഡ് വൺ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. തേർഡ് വൺ. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. നെക്സ്റ്റ് വൺ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ശരി. പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നെക്സ്റ്റ്. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നത് കേരള നടനം, യക്ഷഗാനം, ചവിട്ടുനാടകം, കൂടിയാട്ടം. കേരള നടനം ആരാണ്? ഗുരു ഗോപിനാഥാണ് കേരള നടനം. യക്ഷഗാനമോ? പാർത്ഥിസുബ്ബയാണ് യക്ഷഗാനം. ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള. ഓക്കെ. അടുത്ത കൂടിയാട്ടം വരുന്നത് ഗുരുമണി മാധവ ചാക്യാർ. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തതാണ്. സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. അതാണ് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ്. ലോക നഗരദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം. സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോടാണ്. ആൻസർ ഓപ്ഷൻ ഡി, കോഴിക്കോട്. നെക്സ്റ്റ്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരികെ സ്കൂളിലേക്ക് കുടുംബശ്രീയുടെയാണ് കേട്ടോ. ആൻസർ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. ഓപ്ഷൻ എ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരഞ്ഞെടുക്കുക. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കില്ല. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഏതാണ് ആൻസർ? 2, 3. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ആൻസർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്. ചുവടെ നൽകിയിരിക്കുന്ന തീമുകളിൽ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനായിരുന്നു പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം കേരള വിനോദസഞ്ചാര ദിനം എന്ന് വന്നതുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഏതൊക്കെയാണ് സിന്ധുവിന്റെ പോഷക നദികൾ? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓപ്ഷൻ എ. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. നെക്സ്റ്റ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിൽ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? വിളയിറക്കൽ കാലം റാബിയുടെ നവംബർ മധ്യമാണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ്. ഓപ്ഷൻ ഡി, മുംബൈ.
നെക്സ്റ്റ് 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ 6 വരിപ്പാതയായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത് ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കത്തയാണ്. ഓപ്ഷൻ ബി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കത്ത. നെക്സ്റ്റ്, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളെയാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഓപ്ഷൻ എ, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഇതാണ് മദ്രാശിക്ക് വിട്ടുകൊടുത്തത്. നെക്സ്റ്റ്, ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉൾപ്പെടാത്തതാണ്. നോക്കാം. 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഏതാണ് അതിൽ ഉൾപ്പെടാത്തത്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഓപ്ഷൻ സി. നെക്സ്റ്റ്, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കാണ് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപരിതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? എവിടത്തേക്കുള്ളതാണ്? പറവൂരിലേക്കുള്ളതാണ്. നോർത്ത് പറവൂർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ഓപ്ഷൻ ഡി, ലിഗ്നൈറ്റ് ആണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി. നെക്സ്റ്റ്, സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതെന്ന് കണ്ടെത്തുക. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ശരിയാണല്ലോ. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയാണോ? ശരിയാണ്. കുമാരഗുരുദേവൻ സമത്വ സമാജ് സ്ഥാപിച്ച കുമാരഗുരുദേവനാണോ? അല്ല. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. അപ്പൊ തെറ്റായിട്ടുള്ള ഏതാണ്? കുമാരഗുരുദേവൻ സമത്വ സമാജം. ഓപ്ഷൻ സി. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ്. ഓപ്ഷൻ ഡി. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. അടുത്തത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഓപ്ഷൻ ഡി, ബഹദൂർ ഷാ രണ്ടാമൻ. നെക്സ്റ്റ്, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകൻ. ലോകമാന്യൻ ബാലഗംഗാധര തിലകൻ. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ് ടാഗോർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം. ആസൂത്രണ കമ്മീഷൻ മാറിയിട്ട് ഇപ്പൊ എന്താണ് ആയിട്ടുള്ളത്? നീതി ആയോഗാണ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ, നീതി ആയോഗ്. നെക്സ്റ്റ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദാദാഭായ് നവറോജി. ഓപ്ഷൻ സി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ എ. അടുത്തത്, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. നമ്മൾ പഠിച്ചിട്ടില്ലേ ഫസൽ അലി കമ്മീഷൻ. ഓപ്ഷൻ ഡി. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. ഓപ്ഷൻ സി. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സാംസ്കാരികമായിട്ടുള്ളതിനകത്ത് ഉൾപ്പെടാത്തതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഓപ്ഷൻ എ. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്?
ശ്രീലങ്ക. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തത് ആരാണ്? BD ജെട്ടി, ബാസപ്പ ദാനപ്പ ജെട്ടി. ഓപ്ഷൻ സി. നെക്സ്റ്റ്, അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥാനം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 51(4) ആൻസർ. ഓപ്ഷൻ ബി. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 97 കേട്ടോ. ഓപ്ഷൻ ബി. ചോദ്യം നേരത്തെ ചോദിച്ചു കണ്ടിട്ടില്ല. നെക്സ്റ്റ്, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം. അടുത്ത സ്റ്റേറ്റ്മെന്റ്, നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. നെക്സ്റ്റ്, ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് എ ആണ് തെറ്റായ പ്രസ്താവന. ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാൻ പറ്റില്ല. അതാണ് തെറ്റ്. ചർച്ച ആകാം എന്നാണ് കൊടുത്തിരുന്നത്. നെക്സ്റ്റ്, വിവരാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെഷൻ ഓഫീസർ. ഇതാണ് വിവരാവകാശ കമ്മീഷന്റെ ഘടന. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ശ്രീ വി ഹരിനായർ ആണ്. ഓപ്ഷൻ സി. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH-66 മുംബൈ ഗോവയാണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 39(b) ആണ്. ഓപ്ഷൻ ഡി. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? ആലപ്പുഴ. ഓപ്ഷൻ ഡി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഓപ്ഷൻ എ. അടുത്തത്, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 കായലുകളാണുള്ളത്. ഫ്രഷ് വാട്ടർ ലേക്കും സാൾട്ട് വാട്ടർ ലേക്ക് കൂടെ ചേർന്ന് 34. മറ്റേത് 27ഉം 7 സെപ്പറേറ്റ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ്, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. ആരാണ്? സി ബാലകൃഷ്ണൻ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, 47ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഓപ്ഷൻ സി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഓപ്ഷൻ സി ആൻസർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ജലസേചന പദ്ധതിയാണ് കല്ലട. ഓപ്ഷൻ എ കല്ലട. നെക്സ്റ്റ്, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് അയ്യങ്കാളി ജനിച്ചത്. വേങ്ങാനൂർ. ഓപ്ഷൻ ഡി. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു ഗിഫോർഡാണ് മരിച്ചത്. ഓപ്ഷൻ സി. നെക്സ്റ്റ്, വാഗൺ ട്രാജഡി നടന്ന വർഷം. ഇത് 1900 എന്നുള്ളതാണ്. 1800, 1700 ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഇല്ല. നെക്സ്റ്റ്, പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? VT ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ബി.
നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധം ഇല്ലാത്തത് ഏത്? വൈക്കം സത്യാഗ്രഹത്തിന് വന്നിട്ടുണ്ട്, ഹരിജന ധനസമാഹരണത്തിന് വന്നിട്ടുണ്ട്, പാലിയം സത്യാഗ്രഹത്തിന് വന്നിട്ടില്ല, നിസ്സഹകരണ സമര പ്രചാരണാർത്ഥവും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി. നെക്സ്റ്റ്, എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 5ാമത്തെ ജില്ലാ സമ്മേളനമാണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഒരേ വർഷം ജനിച്ചത് ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കാസർഗോഡ് ജില്ലയിൽ നടന്നത് കയ്യൂർ സമരമാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നത്. നെക്സ്റ്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആര്? മലബാറിൽ നേതൃത്വം നൽകിയത് AV കുട്ടിമാളു അമ്മ. ഓപ്ഷൻ എ. നെക്സ്റ്റ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ. ഓപ്ഷൻ എ. അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? സെറിബെല്ലത്തിനാകുമ്പം ശരീരത്തിന്റെ തുലനനില പാലിക്കപ്പെടുന്നില്ല. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൻ. ഇതാണ് ശരിയായ ജോഡി. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് പെരിയോസ്റ്റിയം. ഓപ്ഷൻ സി. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ജീവകം ഏതാണ്? മനുഷ്യന്റെ കുടലിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. ഓപ്ഷൻ ഡി ആണ്. വിറ്റാമിൻ കെ ആണ് ആൻസർ. നെക്സ്റ്റ്, തെങ്ങോലകളിലെ മഞ്ഞപ്പിന് കാരണമായത് ഏത് മൂലകത്തിന്റെ കുറവാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ആൻസറും ഇല്ല. നെക്സ്റ്റ്, ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണുവാണ് വൈറസ്. ഓപ്ഷൻ ബി. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം എന്ത്? ഇതും ഡിലീറ്റഡ് ആണ്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി. ഓപ്ഷൻ ബി, വയോമധുരം. നെക്സ്റ്റ്, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഓപ്ഷൻ സി. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹൃദയം. ഓപ്ഷൻ ബി. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരപദാർത്ഥത്തിലൂടെയാണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്നത് ഊർജത്തിലാണ്. ഓപ്ഷൻ ബി. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസ്ഥയിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്നത് രാസഫലമാണ്. ഓപ്ഷൻ ബി. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് 1.62 m/s². ഓപ്ഷൻ സി. ആദ്യത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് JJ തോംസൺ. ഓപ്ഷൻ എ. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം ഏതാണ്? ശബ്ദോർജത്തിനെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ദൂരമുണ്ട്, വേഗമുണ്ട്, പ്രവേഗമുണ്ട്, സമയമുണ്ട്. ഏതാണ് സദിശ അളവ്? പ്രവേഗം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. ഓപ്ഷൻ എ. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? കലാമിൻ സിങ്കിന്റെ അയിരാണ്. ഓപ്ഷൻ ബി. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യം. കാലിൻ K. പൊട്ടാസ്യത്തിന്റെ ആണ് കേട്ടോ. ഓപ്ഷൻ സി. നെക്സ്റ്റ്, 81 മുതൽ മാത്സ് ആണ്. ആൻസർ പറഞ്ഞു പോകാം.
3 into 2 divided by 2 minus 4 plus 5 into 2. എങ്ങനെ ചെയ്യുന്നത്? ആദ്യം 2 by 2 ചെയ്യുക. ആൻസർ 1 കിട്ടും. 3 into 1 3. 3 minus 4 minus 1 കിട്ടും. മൈനസ് 1ൻ്റെ അതവിടെ കിടക്കും. അടുത്തത് 5 into 2 10. ആൻസർ കിട്ടുന്ന ഏതാണ്? 9. ഓപ്ഷൻ എ. നെക്സ്റ്റ് 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 2/7 7/7 എന്ന് പറയുന്നതല്ലേ 1. 2/7 എത്ര കൂട്ടുമ്പോഴാണ്? 5/7 കൂട്ടുമ്പോഴാണ് 1 കിട്ടുന്നത്. നെക്സ്റ്റ് √0.01 ഇൻറ്റു √0.0025. 0.1ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 0.1 കിട്ടും. ഇതിൻ്റെ ആകുമ്പോഴോ 0.025 4 ഡിജിറ്റ് അല്ലേ ഉള്ളത്. പുറത്ത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 ഡിജിറ്റ് വരും. അപ്പം 25ൻ്റെ 5 വരും, ഒരു 0 കൂടെ വരും. ആൻസർ എത്ര വരുന്നത്? 0.5. 0.5 ഇൻറ്റു 0.1 അപ്പോൾ കിട്ടുന്നത് 0.05. ഓപ്ഷൻ ഡി. അടുത്തത് 2 സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ആണ്. ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ആൻസർ 725. അടുത്തത് 122 ഇൻറ്റു 41 എന്ന് പറയുന്നത് 5002 ആയാൽ 1.22 ഇൻറ്റു 41 എത്രയാണ്? 2 ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ആൻസർ ഓപ്ഷൻ സി 50.02. 5 സംഖ്യകളുടെ ശരാശരി 51 ആണ്. അതിൽ ചെറിയ സംഖ്യ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും 5 സംഖ്യകളുടെ ശരാശരി 51 വരുമ്പം ഈ ആൻസർ ഇല്ല, അതുകൊണ്ട് ഡിലീറ്റഡ് ആണേ. അടുത്തത് 5 അക്കങ്ങളുടെ സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? ഓപ്ഷൻ എ 90,000. അടുത്തത് -1/3 -2/9 -4/3. ഈ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. അപ്പോൾ ഏറ്റവും വലുത് ഏതായിരിക്കും? -4/3 ആയിരിക്കും. അത് കഴിഞ്ഞാൽ -1/3 ആയിരിക്കും. അത് കഴിഞ്ഞാൽ -2/9 ആയിരിക്കും. ഓപ്ഷൻ ബി. 3 പേന വാങ്ങിയാൽ ഒരു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനമായിരിക്കും? അത് ഓപ്ഷൻ ഡി 25%. 3 വ്യത്യസ്ത റോഡ് ക്രോസിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30, 36, 48 സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്ന സമയം എത്രയാണ്? ട്രാഫിക് സിഗ്നലിൻ്റെ 3 ട്രാഫിക് സിഗ്നൽ തന്നിട്ടുണ്ട്. അവ ഒരേ സമയമാവുന്നത് എപ്പോഴാണ്? 12 മിനിറ്റുകൾക്ക് ശേഷമാണ് കേട്ടോ. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് 4/3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2/3യുടെ വില കാണുക. ആൻസർ 1. ഓപ്ഷൻ എ. മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും 15-മതും മുന്നിൽ നിന്ന് 16-മതും ആയി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? എത്ര പേരാണ്? 30 പേരാണുള്ളത്. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എത്ര? 4, 10, 28, 82. അടുത്ത വരുന്നത് 244. ഓപ്ഷൻ ഡി. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതാണ്? ജില്ലാ, സംസ്ഥാനം, പഞ്ചായത്ത്, വീട്ട് നമ്പർ ഇതാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം സ്റ്റേറ്റ്, സംസ്ഥാനം എടുക്കും, സംസ്ഥാനത്ത് നിന്ന് ജില്ല എടുക്കും, ജില്ലയിൽ നിന്ന് പഞ്ചായത്ത് എടുക്കും, പഞ്ചായത്തിൽ നിന്ന് വീട്ട് നമ്പർ, അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓപ്ഷൻ സി. അടുത്തത് ഓസ്കാർ എന്ന് പറയുന്നത് സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ബുക്കർ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സാഹിത്യം. ഓപ്ഷൻ എ. നെക്സ്റ്റ് 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആയാൽ 100 സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 10,000. ഓപ്ഷൻ ബി. വ്യത്യസ്തമായത് ഏത്? ചതുരം, ത്രികോണം, സാമാന്ത്രികം, ലംബകം. ഏതാണ്? ത്രികോണമാണ്. ബാക്കി 3നും 4 സൈഡ്സ് ഉണ്ട്. ഇതിന് ത്രികോണത്തിന് 3 സൈഡുള്ളൂ. അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി. മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ 2 പേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് 30. ഓപ്ഷൻ സി. ഈ ശ്രേണിയിൽ അടുത്തതായിട്ട് വരുന്നത് ചെയ്താൽ കിട്ടും കേട്ടോ. CXB, EVD, GTF. അടുത്തത് IRH.
നെക്സ്റ്റ് 7.5 സിംപ്ലിഫൈ ചെയ്യാനാണ് ആൻസർ കിട്ടുന്നത് 75. ഓക്കെ, താങ്ക് യു.